ഫിലിപ്പിയ ലേഖനം 1:29 വാക്യം വായിച്ച്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, പിന്നെ അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഈ വരം ആർക്കൊക്കെ വേണം? ഈ വരം നമ്മൾ പലർക്കും വേണ്ട. അയ്യോ, രോഗശാന്തിയോ ഭൂതശാന്തിയോ പ്രവചനപരമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ചാടി എത്തിപ്പിടിച്ചേനെ. പക്ഷെ പൗലോസ് പറഞ്ഞു, എനിക്കൊരു വരമുണ്ട്. എന്താ? ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഞായറാഴ്ച വന്ന് 2 പാട്ടും പാടി കൈയടിക്കാൻ വേണ്ടിയുള്ള വരം മാത്രമല്ല, പിന്നെ അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ എനിക്കെന്നല്ല, ആ ദൈവസഭയ്ക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വരുമ്പം കർത്താവ് എന്നെ കൈവിട്ടു, യേശുവിന് എന്നെ വേണ്ട, അങ്ങനാണോ അർത്ഥം? ആണോ? അല്ലെന്ന്, ഇത് നമുക്ക് വെച്ചിരിക്കുന്നതാണെന്ന്. എനിക്കിത് മനസ്സിലാകാത്ത ഈ വാക്യമൊക്കെ നമുക്ക് അറിയുമായിരുന്നെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഈ TV കാണുന്നവനെയൊക്കെ തപ്പി ഓടുവോ? എന്തൊരു വിരോധാഭാസമായത്! നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് കലണ്ടറിൽ തൂക്കിയിട്ടിരിക്കുന്ന പോലെ നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുക, കർത്താവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനുള്ള വരം ലഭിച്ചിരിക്കുന്നു ദൈവസഭയ്ക്ക്. കഷ്ടം സഹിക്കണം നമ്മൾ. റോമാലേഖനത്തിൽ അതേ പൗലോസ് പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്രേ എഴുതി വച്ചിരിക്കുക. സ്തോത്രം. ആ കഷ്ടത്തെക്കുറിച്ച് പൗലോസ് ഒരു തിയോളജി പറഞ്ഞു വിടുകയല്ല. ഇപ്പം ചില ആളുകൾ പറയോ, പാസ്റ്റർമാർക്ക് അങ്ങനെ കയറി ഇന്ന് പലതും വിളിച്ച് പറയാം. അങ്ങനെ ചുമ്മാ കയറി ഒരു തിയോളജി പറഞ്ഞിട്ട് പോവുകയല്ല പൗലോസ് ചെയ്യുന്നത്. 2 കൊരിന്ത്യ ലേഖനം 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഞാൻ ബുദ്ധിപരമായി ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു. എൻ്റെ ദൈവമേ, 1 കുറേ 40 അടി പിന്നെ കർത്താവ് ഒരു പ്രാവശ്യം ഏറ്റത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത് അത്രയും ഇതാണ്. ഇവിടെ പുള്ളി പറയാം എത്ര വട്ടം കൊണ്ട്? 5 വട്ടം കൊണ്ട്. അടുത്തത് 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലാകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. കിടക്കും. ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും വായിക്കാറുണ്ടോ? ഈ കർത്താവിന് വേണ്ടി ഉള്ളതെല്ലാം വിട്ട് കളഞ്ഞ് കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നത് ചപ്പെന്നും ചവറെന്നും കണ്ടു വലിച്ചെറിഞ്ഞ് പുസ്തകം നിമിത്തം ഇറങ്ങി അപ്പോസ്തലനായി വെളിപ്പെട്ട് നിന്ന ഈ കൃപാവരങ്ങളിൽ ശ്രേഷ്ഠനായ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള, നിഴല് തട്ടിയ രോഗികൾ സൗഖ്യമാകുന്ന, മരിച്ച യൂത്തിക്കോസിനു ജീവൻ നൽകിയ, ഉറുമാല് കൊണ്ടിട്ടാൽ രോഗികൾ സൗഖ്യമാകുന്ന കൃപാവര ശ്രേഷ്ഠനായ പൗലോസ് 1 രാപ്പകൽ വെള്ളത്തിൽ. എൻ്റെ ദൈവമേ, ഇത്രയും കൃപാവരം ഉള്ളവനെ തമ്പുരാൻ കണ്ണടച്ച് വിട്ടുകൊടുത്തെങ്കിൽ നമ്മളൊരു ചെറിയ പനി വരുമ്പോ എന്തെല്ലാം പറയുന്നത് നോക്കി. പ്രൈസലോ. മനസ്സിലായോ? നമ്മുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങരുത്. നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകരുത്. നമ്മുടെ ഹൃദയം വേദനിക്കരുത്. ഈ വേദഭാഗമൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം അനുഭവിച്ചത് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്പം ഈ പറഞ്ഞ കപ്പൽ ചെയ്തതും കല്ലേറ് കൊണ്ടതും എല്ലാം എവിടെ ഉണ്ട്? അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. എടുക്കണ്ട, 16 14 ഒക്കെ അതുണ്ട്. അപ്പോൾ 1, പൗലോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. 2, പൗലോസിനെ പ്രേരിപ്പിച്ചത്, കാരാഗൃഹത്തിലും സന്തോഷിക്കാൻ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ചിന്ത, പൗലോസിന്റെ മാതൃക ആരായിരുന്നു? ഫിലിപ്പിയ ലേഖനം 2:5 വായിച്ചു. ഫിലിപ്പിയ ലേഖനം 2:5. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മതി, നീക്കട്ടെ. പൗലോസിന്റെ മാതൃക ആരാ? ദൈവമെന്ന അധികാരം കയ്യിലിരിക്കെ അവൻ ദാസരൂപമെടുത്തു വന്ന യേശുക്രിസ്തുവാണ് പൗലോസിന്റെ മാതൃക. ആമേൻ.
പൗലോസിന്റെ റോൾ മോഡൽ. യേശു ദാസനായത് പിതാവായ ദൈവത്തിന് മാത്രമാണോ? അല്ല, മനുഷ്യർക്കും ദാസനായി. ഒരു തോർത്തെടുത്ത് കാര്യസ്ഥന്മാരാ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, യജമാനന്മാർ വരുമ്പോൾ കാര്യസ്ഥൻ തോർത്തെടുത്തിട്ട് നേരെ അരയിൽ അങ്ങോട്ട് കെട്ടി ഇങ്ങനെ നിൽക്കും. കേവലം മീൻപിടുത്തക്കാരായ ആളുകളുടെ കാല് കഴുകാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ തോർത്തെടുത്ത് അരയിൽ കെട്ടി മനുഷ്യർക്ക് ദാസനായി വിളങ്ങി. ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയി തുടങ്ങിയ ആളാണ് ഞാൻ. നാട്ടിൽ എനിക്കറിയാം, നാട്ടിൽ മീൻ വിൽക്കുന്ന ആളുകളെ നിങ്ങൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം പരിഷ്കരിച്ച് കാലം മാറിയുകൊണ്ട് ചിലപ്പം കയ്യിൽ ഗ്ലൗസൊക്കെ കാണും. നാട്ടിലങ്ങനെയല്ല. നാട്ടിലെ മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവരെ നിങ്ങൾ ചെന്നാൽ ഈ മീൻ വിൽക്കുന്ന ആളുകളുടെ കൈവിരലിലോട്ട് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ മീൻ മേടിക്കില്ല. ഈ കൈവിരലെല്ലാം വെളുത്ത് അഴുകിയിരിക്കും. ഐസിനകത്തും മീനകത്തും കിടന്ന് കളിച്ച് ഈ കൈവിരലുകളെല്ലാം വെളുത്ത് അഴുകിയിരിക്കും. ഒരു വാക്ക് ശ്രദ്ധിച്ചേ, മീൻ വിൽക്കുന്നവരുടെ കൈയും കാലും ഇങ്ങനാണെങ്കിൽ കുഞ്ഞുകാലം തൊട്ട് മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ കൈയും കാലും എങ്ങനെ ഇരിക്കും? ആ കാലുകളാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ കുനിഞ്ഞിരുന്ന് കഴുകിയത്. സ്തോത്രം. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത്, എൻ്റെ കാല് ഈ അഴുകിയ കാല് കഴുകാനോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ഒരു പങ്കുമില്ല, നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് പറഞ്ഞു. ഓർക്കണം, ആമേൻ. സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരുന്ന് എഴുതിയിരിക്കുന്ന എഴുത്ത് നോക്കണം, അവൻ ദൈവരൂപത്തിലിരിക്കെ എന്നാണ്. ദൈവരൂപത്തിലിരിക്കെ. ദൈവത്തിൻ്റെ രൂപം എടുക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിൻ്റെ രൂപം എടുക്കാൻ ദൈവത്തിനേ പറ്റൂ. അപ്പൊ അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യർക്ക് ദാസനായി. നമ്മളിത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ മാതൃക, ആ റോൾ മോഡൽ കർത്താവാണ് നമ്മുടെ മാതൃക എങ്കിൽ നമ്മുടെ സഭയിലെ ഏറ്റവും താഴ്ന്ന മനുഷ്യനായ ഒരുത്തൻ്റെ പാദം കഴുകുന്ന ലെവലിലേക്ക് നമ്മുടെ മനസ്സ് മാറണ്ടേ? പക്ഷെ അറിഞ്ഞോ അറിയാതെ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് തിരിച്ചാ. പാവപ്പെട്ടവനെയും മുഷിഞ്ഞ വസ്ത്രക്കാരനെയും ക്യാമ്പിൽ ജോലി ചെയ്യുന്നവനെയൊക്കെ നമ്മളൊരു പ്രത്യേക രീതിയിൽ കാണുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. പാടില്ല. തോർത്ത് അരയിൽ ചുറ്റി ഒരു വേലക്കാരനെ പോലെ, ഒരു കാര്യസ്ഥനെ പോലെ കർത്താവ് താഴ്ന്നിരിക്കുക, മനുഷ്യർക്ക് ദാസനായി. അതാണ് കർത്താവിൻ്റെ ത്യാഗം. കുന്തവും വാളുമൊക്കെയായി പിടികൂടാനായി വന്ന പടയാളികളോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രയനായ യേശുവിനെ എന്ന് അവർ പറഞ്ഞു. ഉടനെ കർത്താവ് എന്താ പറഞ്ഞത്? അവരെ വിട്ടേരെ, അവരെല്ലാം വിട്ടേരെ. നിങ്ങൾ അന്വേഷിക്കുന്ന ആള് നമ്മളെ കാണുമായിരുന്നെങ്കിലും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവനാണെന്നെ. നമ്മൾ പറയാം, എൻ്റെ പൊന്നു സാറേ, എനിക്ക് ഇതിനകത്തൊരു പങ്കുമില്ല, ഞാൻ വെറുതെ ഇരുന്ന് എന്നെ ഇവനാണ് ഇളക്കിയത്, ഇവനാണ് എന്നെ വലിച്ചുകൊണ്ട് പോയത്, ഇവൻ ഒരുത്തൻ കാരണമാണ്. നമ്മൾ മറ്റവൻ്റെ തലയിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയാണ്, അവരെല്ലാം നിങ്ങൾ വിട്, ഞാൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാനാണ്. സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ത്യാഗം. ഇതാണ് പൗലോസിൻ്റെ റോൾ മോഡൽ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം, നമുക്ക് ഉത്തമമായ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ ഒരു പാസ്റ്ററിനെയും ഒരു മനുഷ്യനെയും റോൾ മോഡലാക്കിക്കൊണ്ട് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങണ്ട. നമുക്ക് മുമ്പിൽ റോൾ മോഡലാക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പണ്ടൊരു ചർച്ചിലൊരു പാസ്റ്റർ സ്ഥലം മാറിപ്പോയി, വേറൊരു പുതിയ പാസ്റ്റർ വന്നു. അന്നൊരു ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോയ അമ്മാമ്മമാർ തമ്മിൽ പറഞ്ഞു, ഇപ്പോൾ പുൾപിറ്റിലോട്ട് നോക്കാൻ പോലും തോന്നുന്നില്ലടിയെന്ന്. അതെന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, പുള്ളി കരിക്കലം പോലെ ഇരിക്കുന്നു. വന്ന പാസ്റ്റർ കരിക്കലം പോലെ ഇരിക്കുന്നു. നേരത്തെ ഇരുന്ന പാസ്റ്റർ ആപ്പിൾ പോലെ ആയിരുന്നു, ഇപ്പോൾ വന്നവൻ കരിക്കലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് പുൾപിറ്റിലോട്ട് നോക്കാൻ പോലും തോന്നുന്നില്ല. സത്യത്തിൽ ഇവരെന്തിനാ ചർച്ചയിൽ വന്ന്? മനസ്സിലായോ? ഒരു പാസ്റ്ററെ കാണാനല്ല നമ്മൾ ദൈവസഭയിൽ വരുന്നത്, നമ്മുടെ കർത്താവിനെ കാണാനാണ്. ആത്മാവിൽ കണ്ടുകൊണ്ട്, ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ നാം ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ റോൾ മോഡൽ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. പൗലോസിന്റെ മാതൃക
കർത്താവായ യേശു ക്രിസ്തു. മൂന്നാമത്തെ വാക്ക് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പൗലോസിന്റെ പ്രത്യാശ എന്തായിരുന്നു തന്റെ പ്രത്യാശ? 3:11, ഫിലിപ്പിയർ 3:11. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ യേശു ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. അപ്പോൾ പൗലോസിന്റെ പ്രത്യാശ എന്താന്ന് ചോദിച്ചാൽ വല്ല വിധേനയും കർത്താവിന്റെ അടുക്കലെത്തണം. ഇന്ന് രാത്രി എന്താണ് ദൈവസഭയുടെ പ്രത്യാശ? കർത്താവേ, വല്ല വിധേനയെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ എത്തണം. അതിനുവേണ്ടി എൻ്റെ കർത്താവ് നിമിത്തം ഞാൻ എല്ലാം എന്തായിട്ടെണ്ണാം? പറ, ഇവിടെ വായിക്കേ. പറ്റുമോ? എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ എത്താൻ വേണ്ടി ഇന്ന് എൻ്റെ കൈവശമുള്ളത് എത്ര വിലപിടിപ്പുള്ളതായിരുന്നാലും എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ എത്താൻ ഇത് വേണ്ടാന്ന് വെക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ ചവറായിട്ട് കാണാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വല്ല വിധേന എവിടെ എത്തിയാൽ മതി? കർത്താവിൻ്റെ അടുക്കൽ എത്തിയാൽ മതി. അതിന് ഞാൻ ചവർ. നോക്ക്, പിതാക്കന്മാർ ചപ്പെന്നും ചവറെന്നും കണ്ട് വലിച്ചെറിഞ്ഞ പലതും ന്യൂ ജനറേഷൻ കുനിഞ്ഞു പറക്കുക. ഇപ്പോൾ അവരെറിഞ്ഞു കളഞ്ഞത് പുതിയ തലമുറ എന്ത് ചെയ്യുക? കുനിഞ്ഞു പറക്കുക. അപ്പോൾ പാസ്റ്റർമാർ പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പല സഭകളിലും ഇങ്ങനെ കുനിഞ്ഞു പറക്കണ്ട, ചവറെന്നെണ്ണിയാൽ വല്ല വിധേനയും കർത്താവിൻ്റെ മുഖം കാണാം. ഇങ്ങനെ വല്ല വിധേനയും. ഓക്കെ, നമ്മളെപ്പോഴും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് എവിടാ? ഈ പറയുന്ന ആള് എങ്ങനെയെങ്കിലും വല്ലപ്പോഴും 2 ആരാധനയ്ക്കും ഒക്കെ വന്ന് കിട്ടുന്ന പോലെയൊക്കെ കർത്താവിനെ സേവിച്ച് 2 പാട്ടും പാടി പോകുന്നൊരു പുള്ളിയാണ് വല്ല വിധേന അവിടെ എത്തണമെന്ന് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഈ പറയുന്ന മനുഷ്യൻ ആരാന്ന് ഓർത്തോണം. കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ സ്വർഗത്തിൽ നിന്ന് കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് തെരഞ്ഞെടുത്ത് കർത്താവിനും പുതിയ നിയമസഭയ്ക്കും വേണ്ടി അപ്പോസ്തലനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ആ പൗലോസ് പറയുകയാണ്, ഞാൻ വല്ല വിധേന വേണോ അങ്ങോട്ട് പോകാൻ. നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് ഇതൊരു കുഞ്ഞുകളിയൊന്നും അല്ല. വിശ്വാസ ജീവിതവും ദൈവത്തെ സേവിക്കുന്നതും ഒന്നും കുഞ്ഞുകളിയല്ല. വല്ല വിധേനയും കർത്താവിൻ്റെ അടുക്കലെത്തണം. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കാം. പൗലോസ്ലീഹ വല്ല വിധേനയും എത്തണമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? അദ്ദേഹത്തെക്കാളും ധൈര്യത്തോടെ എനിക്കങ്ങ് പറയാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവെ, കാഹളനാദത്തിങ്കൽ തേജസ്കരിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ മുഖം കാണണം. അതാണ് എൻ്റെ പ്രത്യാശ, അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഈ ലോകത്തിലെ സകല നന്മകളും സെക്കൻഡറിയായി കാണുവാൻ കർത്താവിൻ്റെ മുഖം കാണണമെന്നുള്ള പ്രത്യാശ 1-ാം സ്ഥാനത്തായി കാണുവാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ. എൻ്റെ ദേഹി ആത്മാവിനെ ഒരുക്കണമേ. കാഹളനാദത്തിങ്കൽ കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ അല്ല, അതിനു മുൻപ് എൻ്റെ മരണമുണ്ടായാൽ എനിക്ക് എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തോട് ചേരുവാൻ ഇടയാകേണ്ടതിന് എന്നെ ഒരുക്കണമെന്ന് നമുക്കൊരു നിമിഷം നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം.